ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മഴയാണ്, കാറ്റാണ്, കറണ്ടില്ല. ഇങ്ങനെ ഈ ഒരു പ്രോബ്ലംസ് കൊണ്ടാണ് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തത്. ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടിരിക്കും, പക്ഷെങ്കിൽ ആ സമയത്തായിരിക്കും കറണ്ട് പോകുന്നത്. കറണ്ട് വന്നാൽ ചിലപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്തായിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂസ് കൊണ്ടാണ്, പിന്നെ ചാർജ് ഉണ്ടാവില്ല ഫോണിൽ, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഈ മഴയും കാറ്റും ഒക്കെ ഒന്ന് അടങ്ങട്ടെ, എന്നിട്ട് ഞാൻ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? മഴയാണ്, കാറ്റാണ്, കറണ്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളാരും പഠിക്കാതിരിക്കരുത്. നമുക്ക് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം നന്നായിട്ട് പഠിക്കുക. മഴയും കാറ്റുമൊക്കെ നമുക്ക് പിന്നെയും ആസ്വദിക്കാം. സോ പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈം ടേബിൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പഠിക്കുന്നവരാണ് എങ്കിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോകാം. പിന്നെ നമുക്ക് അത്രയേ ദിവസങ്ങളുള്ളൂ. എൻ്റെ ടൈം ടേബിളിൽ എല്ലാ ദിവസവും ഞാൻ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 50 മാർക്സോളം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ GK പോർഷൻസാണ് ബാക്കി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കൂടുതലും SCERT മാക്സിമം SCERT ഫോളോ ചെയ്തിട്ടുള്ള പഠിത്തം തന്നെയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം, അതായത് ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഞാൻ നമ്മുടെ റാങ്ക് ഫയലിനൊക്കെ നോക്കിയിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും പഠിക്കുന്നുണ്ട്, അതായത് GK പോർഷൻസ്. പിന്നെ സാറ്റർഡേ സൺഡേ നമുക്ക് റിവിഷൻ ഡേ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്മൾ പെൻഡിങ് വെച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നമുക്ക് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഫ്രൈഡേ ഞാൻ എൻ്റെ ടൈം ടേബിളിൽ 2024 ജൂലൈ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇന്നത്തോടു കൂടി ജൂലൈ കറണ്ട് അഫയേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ റിവിഷൻ ഡേ ആണ്. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും പിന്നെ SCERT പഠിക്കാനും ഒക്കെ ഞാൻ ഈ റിവിഷൻ ഡേ മാക്സിമം ചൂസ് ചെയ്യാറുണ്ട്. ഈ ടൈം ടേബിൾ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് എന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ഓരോ ദിവസവും അല്ല നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. നമുക്കിപ്പോൾ എത്ര ദിവസം എക്സാമിന് ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ ഒരു 100 ഡേയ്സ് ഉണ്ടെങ്കിൽ ആ 100 ഡേയ്സിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് ഓൾറെഡി നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതിന് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസങ്ങളിലും ഏതെല്ലാം പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനുണ്ട്, അല്ലെങ്കിൽ അതാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 100 ഡേയ്സ് ആണെങ്കിൽ 100 ഡേയ്സ് ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 50 ഡേയ്സ് കൊണ്ട് നമ്മുടെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള 50 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് ബോണസാണ്. അതൊക്കെ നമുക്ക് റിവിഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ലാബ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ASMൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് ഇതുവരെ പഠിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പം പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പഠിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.